കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി അവസാനം ഒരു ലോണൊക്കെ മുഴുവനായി തിരിച്ചടച്ചു കഴിയുമ്പോൾ നമുക്ക് അവസാനം ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി EMIയുടെ പ്രഷർ ഇല്ല, എല്ലാ മാസവും കൃത്യം EMI ഡേറ്റ് ആകുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷൻ ഇല്ല, ലൈഫ് വീണ്ടും പഴയ പോലെ ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരുന്നതിന്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞ് നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ ഈ സന്തോഷം മുഴുവൻ ചിലപ്പോൾ ഇല്ലാതാക്കും. നമ്മൾ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അടച്ചു തീർത്ത ലോൺ വീണ്ടും വലിയൊരു മാസീവ് പ്രോബ്ലം ആയിട്ട് നമ്മളിലേക്ക് തന്നെ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. ഇതിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ലോൺ അടയ്ക്കുകയും ചെയ്തു, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമല്ല, ഇത് റിയാലിറ്റിയാണ്, പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അജയ് എന്ന് പേരുള്ള ഒരാൾ, അയാൾ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ലോൺ എല്ലാം അടച്ചു. ബാങ്ക് പറഞ്ഞു നിങ്ങളുടെ ലോൺ എല്ലാം തീർന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പോവാം, ഇനി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾ ഇനി EMI കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട എന്ന് ബാങ്കും അപ്രൂവ് ചെയ്തു. അയാൾ അയാളുടെ ജീവിതം റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് ജീവിച്ചു തുടങ്ങി. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് പെൻഡിങ് ഡ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ലീഗൽ നോട്ടീസ് കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾ ഞെട്ടി. കാരണം ഒരിക്കലും ഇങ്ങനൊരു കാര്യം വരും അയാൾ പ്രതീക്ഷിക്കുന്നില്ല. അയാൾ ഒന്ന് വാദിച്ചൊക്കെ നോക്കി, ഞാൻ എല്ലാം അടച്ചു തീർത്താണ്, ഞാൻ എല്ലാ ലോൺസും അടച്ചാണ്, ഞാൻ അടച്ചതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വാദിച്ചൊക്കെ നോക്കി. പക്ഷെ ലോൺ ക്ലോസ്ഡ് ആയി എന്ന് പറയുന്ന ഒരു പ്രൂഫ് അയാളുടെ കയ്യിലില്ല. അയാളെ പ്രോപ്പർ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇയാൾ ബാങ്കിനെ ഫോളോ അപ്പ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഇല്ല എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഈ അടച്ചു തീർത്ത ലോൺ വീണ്ടും അടയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇവിടെ നിന്ന് നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ഞാനിനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ കളക്ട് ചെയ്യേണ്ട ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേപ്പറായിട്ട് കണക്കാക്കരുത്. നിങ്ങളുടെ കടം പൂർണ്ണമായും തീർന്നു എന്നുള്ളതിനുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ഈ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഈ ഡോക്യുമെന്റ് കളക്ട് ചെയ്യാത്ത ആളാണെങ്കിൽ പുതിയൊരു ലോണിന് ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾഡ് ലോൺ ക്ലോസ് ആയിട്ടില്ലെന്ന് ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? പല ബാങ്കുകളും നമ്മുടെ ലോൺ ക്ലോസ് ആയതിനു ശേഷം ഒരു 2 വീക്സ് അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിലൊക്കെ സാധാരണ ഈ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് നമുക്ക് അയക്കാറുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അഡ്രസ്സിലോ ആയിരിക്കും ഇത് അയക്കുന്നത്. ഇനി 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് ഈ പറയുന്ന ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് മസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. അതില്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ലോഗിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം ലോഗിൻ ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അജയ് എന്ന് പറയുന്ന ആളുടെ കേസിൽ അയാൾക്ക് സാമ്പത്തിക നഷ്ടം പിന്നെ കുറച്ച് മാനസിക ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വെക്കാം. ഈ പണം പിന്നീട് അയാൾക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ ജീവന്റെ കാര്യത്തിലോ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്രാജഡി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം പിന്നെ എന്ത് ചെയ്യും? കാരണം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച്. നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സേഫ്റ്റി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിലൂടെ മാസം വെറും 595 രൂപയ്ക്ക് 1 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മാസം വെറും 902 രൂപയ്ക്ക് 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ തുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വീക്കെൻഡിൽ ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു പൈസ വരുന്നുള്ളൂ. അത്രയും ചെറിയൊരു തുകയ്ക്ക് നമ്മുടെ കുടുംബം 1 കോടി രൂപയുടെ സാമ്പത്തിക സുരക്ഷയാണ് നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നത്. ഇതുകൂടാതെ സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് 15% ഡിസ്കൗണ്ട്, അതുപോലെ സ്ത്രീകൾക്ക് ലൈഫ് ടൈം 15% ഡിസ്കൗണ്ട്. ഇനിയിപ്പോൾ സാലറീഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ 2 ബെനിഫിറ്റ് അവർക്ക് കിട്ടും. ഇതിലെനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് അവരുടെ 3 അവർ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ കുടുംബം അധിക നേരം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 99.7% ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, വിച്ച് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സ്മാർട്ട് ഫീച്ചറാണ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ പോളിസി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അടച്ച 100% പ്രീമിയവും നിങ്ങൾക്ക് തിരികെ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് തിരികെ വരാം. ഇനി രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ നോ ഡ്യൂ സർട്ടിഫിക്കറ്റിലാണ് ബാങ്കിന് നമ്മളോട് ഒരു തരത്തിലുള്ള ക്ലെയിമും ഇല്ല എന്നവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ലോൺ ഫുള്ളായിട്ട് റീപേ ചെയ്തിട്ടുണ്ട്, 0 ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂസ് ആണ് എന്നൊക്കെ ഇതിലായിരിക്കും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് NOCയുമായിട്ട് സെയിം ആണ്, രണ്ടും ഒന്നാണ്. മോസ്റ്റ് കേസസിലും രണ്ടും സെയിം അല്ല. ഈ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് കൂടെ നമുക്ക് ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് 2 ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ചില ബാങ്കുകൾ 2ഉം 2ആയിട്ടായിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ ഈ നോ ഡ്യൂവിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരുപാട് ബാങ്കുകളെല്ലാം മെൻഷൻ ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകം
നമ്മൾ ഈ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കണം. മൂന്നാമത്തെ കാര്യമാണ് ഒറിജിനൽ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചിപ്പം നമ്മുടെ വീടിന്റെ ആധാരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പണയം വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് ലോൺ എടുക്കുന്നെങ്കിൽ, തിരിച്ചു കിട്ടുമ്പോൾ ഇത് ജസ്റ്റ് വാങ്ങിച്ച് ബാഗിൽ ഇട്ടുകൊണ്ട് വരികയല്ല, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം ആ ഡോക്യുമെന്റ്സിന് എല്ലാ പേജസും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിന്റെ സീലും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ടോ, ആ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പേജസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒഫീഷ്യൽ സീൽ വരുന്ന ഭാഗത്തിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതിനൊക്കെ ബാങ്കാണ് ഉത്തരവാദി. അപ്പോൾ അത് ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഗോൾഡ് ലോൺ ആണ്, ഗോൾഡൊക്കെയാണ് പ്ലെഡ്ജ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് തിരിച്ചെടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും ഡാമേജസോ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ. അടുത്ത് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. എസ്പെഷ്യലി നമ്മളൊരു കാർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഒക്കെ ലോണിൽ എടുക്കുമ്പോൾ അതിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലോൺ ഫുള്ള് പേ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ വാഹനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ RC ബുക്കിൽ നിന്ന് ഹൈപ്പോത്തിക്കേഷൻ റിമൂവ് ചെയ്യാനുള്ള പേർപ്പസ് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ അത് RTOയിൽ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ RC ബുക്കിൽ നിന്ന് ഹൈപ്പോത്തിക്കേഷൻ റിമൂവ് ചെയ്യണം. ഈ പ്രോപ്പർട്ടീസിന്റെ കേസിലാണെങ്കിലും ഈ ഹൈപ്പോത്തിക്കേഷൻ റിമൂവ് ചെയ്യാനുള്ള പേർപ്പസ് കൃത്യമായിട്ട് വാങ്ങിച്ചിരിക്കണം. അടുത്ത അപ്ഡേറ്റഡ് സിബിൽ റിപ്പോർട്ടാണ്. ലോൺ ക്ലോസ് ചെയ്ത് 60 ദിവസത്തിന് ശേഷം നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ലോൺ ക്ലോസ്ഡ് എന്നാണോ കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ അപ്പോഴും അതിനകത്ത് ലോൺ ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നില്ലെങ്കിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് വ്യക്തമായിട്ട് പറയുക, ഞാൻ ലോൺ ക്ലോസ് ചെയ്തിട്ട് 60 ദിവസമായിട്ടുണ്ട്, ഇതുവരെയായിട്ടും എന്റെ സിബിൽ റിപ്പോർട്ടിൽ എന്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ലോൺ ക്ലോസ്ഡ് എന്നുള്ള കാര്യം അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ബാങ്കിനോട് അതിനുള്ള അപ്ഡേറ്റ് റിക്വസ്റ്റ് അയക്കാൻ പറയുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങൾ. കളക്ട് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇതിന്റെ പേരിൽ മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിക്കാനും കുടുംബം നല്ലൊരു നിലയിൽ എത്തിക്കാനും വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഈ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ഒരു അൺഫോർച്യൂനേറ്റ് ഇവന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായിട്ട് രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കണം. അതിനായിട്ട് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം സെക്യൂർ ആക്കാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി പോയി നിങ്ങൾക്ക് കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സോ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.